അവിടെ രാമനാരായണന്റെ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടിക്കി. ഞാൻ മുഖ്യമന്ത്രി ഇത് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവിനെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാവം, അദ്ദേഹം ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു. പരമപുച്ഛത്തോടുകൂടി സഭയെ നോക്കുന്നു. പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ധാർഷ്ട്യം എന്ന് പറയുന്ന വികാരം ഈ നിയമസഭയ്ക്കകത്ത് ആരുടെ മേൽ ചാർത്താനാണ് നമുക്ക് സാധിക്കുക? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇനി നടക്കപ്പോറത് യുദ്ധം. തികഞ്ഞ അഹങ്കാരത്തോടു കൂടിയല്ലേ സാർ പ്രതിപക്ഷ നേതാവ് ഈ സഭയ്ക്കകത്ത് പെരുമാറുന്നത്? നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഞാനൊരു വലിയ സംഭവം അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ അഹങ്കാരം മാത്രമാണോ? അദ്ദേഹം ഏതാണ്ട് സർവജ്ഞ പീഠം കയറിയ ഒരാളെ പോലെയാണ്. മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ സാക്ഷാൽ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ താൻ മാത്രമാണ്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ ലോകത്തെല്ലാം അറിയുന്നവൻ എന്ന മട്ടിലല്ലേ സാർ പ്രതിപക്ഷ നേതാവ്? മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. നിങ്ങൾക്ക് വിഷമം വരും, നിങ്ങൾക്ക് വിഷമം വരും. പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. നമ്മളെയാണല്ലോ മച്ചമ്പി. മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ഓ, പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. എത്രമാത്രം ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നത് എന്ന്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അഹങ്കാരം എന്ന് പറയുന്ന വികാരത്തിന് കയ്യും കാലും വയറും തലയും മുഖവും എല്ലാം വെച്ചാൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീ സതീശനായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പേരും. നിന്നൊക്കെ ഗുരു കൊണ്ടുപോകൂടാ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തി പൊട്ടിച്ചേക്ക്.